ഒരിക്കൽ പ്രജാപതി ദക്ഷനു സതി എന്ന മകൾ ജനിച്ചു. സാധാരണ മനുഷ്യസ്ത്രീയല്ലായിരുന്നു സതി, അവൾ ആദിശക്തിയുടെ അവതാരമായിരുന്നു. ബാല്യകാലം മുതൽ തന്നെ അവളുടെ മനസ്സ് മുഴുവൻ മഹാദേവനിലായിരുന്നു. അദ്ദേഹത്തെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ സതി കഠിനമായ തപസ്യ നടത്തി. അവളുടെ ഭക്തിയിൽ സന്തോഷിച്ച ശിവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇരുവരും വിവാഹിതരായി കൈലാസത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം സതി അച്ഛൻ്റെ യാഗത്തെക്കുറിച്ച് അറിഞ്ഞ് ശിവനോട് ചോദിച്ചു, സ്വാമി, ഞാൻ യാഗത്തിന് യാലോ? ശിവൻ പറഞ്ഞു, സതി, ക്ഷണം ഇല്ലാത്തിടത്ത് പോകരുത്. അവിടെ നിനക്ക് വേദന മാത്രമേ ലഭിക്കൂ. എന്നാലും സതി പോയി. അവിടെ ദക്ഷൻ ശിവനെ അപമാനിച്ചതിനെ സഹിക്കാനാകാതെ സതി യാഗത്തിന്റെ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു. ഈ വാർത്ത കേട്ടപ്പോൾ മഹാദേവന്റെ ക്രോധം അതിരില്ലാത്തതായിരുന്നു. തന്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ച് ദക്ഷന്റെ യാഗം നശിപ്പിച്ചു. പിന്നീട് ശിവൻ സതിയുടെ ശരീരം എടുത്ത് ലോകമെങ്ങും അലഞ്ഞു. സൃഷ്ടിയുടെ സമത്വം നിലനിർത്താൻ മഹാവിഷ്ണു തന്റെ സുദർശൻ ചക്രം ഉപയോഗിച്ചു. പിന്നീട് സതി വീണ്ടും പാർവതിയായി ഹിമവാന്റെ പുത്രിയായി ജനിച്ചു. ബാല്യകാലം മുതൽ തന്നെ പാർവതിക്കും ശിവനോടുള്ള അതേ സ്നേഹമായിരുന്നു. അവൾ വീണ്ടും കഠിനമായ തപസ്യ നടത്തി. ഒടുവിൽ ശിവൻ അവളുടെ ഭക്തി കണ്ടു സന്തോഷിച്ച് അവളെ വീണ്ടും വിവാഹം ചെയ്തു. ഇങ്ങനെ ശിവനും ശക്തിയും വീണ്ടും ഒന്നായി. അവരുടെ സ്നേഹം ജന്മങ്ങളെയും മരണങ്ങളെയും കടന്നുള്ള നിത്യസ്നേഹമാണ്.